ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പലരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് NHSനെ പറ്റിയുള്ളൊരു അപ്ഡേറ്റാണ്. NHSന് കോമ്പൻസേഷൻ ഫണ്ടായിട്ട് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് 58.2 ബില്യൺ പൗണ്ടാണ്. അതായത് NHSലെ ചികിത്സാ പിഴവും മറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അതിന് കോമ്പൻസേഷനായിട്ട് കൊടുത്തിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് 58.2 ബില്യൺ. ഈ കഴിഞ്ഞിരിക്കുന്ന ഏപ്രിൽ വരെയുള്ള മാസം. ഇത് ഒരു 10 വർഷത്തെ തന്നെ ഏറ്റവും വലിയൊരു എമൗണ്ടാണ്. ഈ ചികിത്സാ പിഴവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം ഇപ്പം NHSലെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് വന്നതോട് കൂടി കൂടുതലായിട്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം മാനേജേഴ്സിന് തന്നെ ഒരു ഭയങ്കര റൂള് കൊടുത്തിരിക്കുകയാണ്. സ്റ്റാഫിനെ വെട്ടിക്കുറയ്ക്കാനും അതുപോലെ ഉള്ള സ്റ്റാഫിനെ വെച്ച് അവർക്ക് ഹെവി വർക്ക് കൊടുത്ത് ഓടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള പരിപാടി. സോ അങ്ങനെയുള്ളത് കൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ മാക്സിമം എല്ലാ രീതിയിലും കുറച്ചിട്ട് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അതുപോലെ ഓഫീസ് വർക്കിലും എല്ലാത്തിലും തന്നെ ആൾക്കാരെ എല്ലാം മാക്സിമം കുറയ്ക്കുക. അതുപോലെ തന്നെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് മാക്സിമം വലിയ പണി ചെയ്യിപ്പിച്ച് ആൾക്കാരെ ഓടിപ്പിച്ച് പോകുന്നൊരു പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓവർലോഡായിട്ട് ഈ പറയുന്ന ആൾക്കാരെല്ലാം പണിയേണ്ടി വരും. അങ്ങനെ പണിയുന്ന സമയത്ത് തന്നെ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നേഴ്സുമാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും എന്താണെങ്കിൽ പോലും അവർക്ക് എല്ലാത്തിലും കൃത്യമായിട്ട് ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു അവസരമായിട്ട് പോകത്തില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ചികിത്സാപ്പിഴവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. കാരണം കുറച്ച് ആൾക്കാർക്ക് ഓവർലോഡായിട്ട് വർക്ക് കൊടുത്ത് കഴിയുമ്പം അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇവർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള, അതായത് ഈ പൈസ സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി എല്ലാം ചെയ്യുന്നത്. കാരണം അനാവശ്യമായിട്ടിരിക്കുന്ന തസ്തികയിലുള്ള ആൾക്കാരെ എല്ലാം തന്നെ കുറയ്ക്കുകയും അതുവഴി കൂടുതൽ ഗവൺമെൻറ്റോട്ട് പണം സേവ് ചെയ്യാനായിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. NHS ഫണ്ട് സേവിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉള്ള ആൾക്കാർക്ക് ഓവർലോഡായിട്ടുള്ള പണി കിട്ടുകയും ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് പോവുകയും എല്ലാം ആയിട്ട് ചെയ്യുന്നുണ്ട് NHS എന്നല്ല. സോ അങ്ങനെയുള്ളത് കൊണ്ട് അതിൽ ചികിത്സാ പിഴവിൻ്റെ ആയിട്ട് കൊടുത്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 58.2 ബില്യൺ പൗണ്ടാണ്. അത്രയും ഒരു എമൗണ്ടാണ് ചികിത്സാ പിഴവായിട്ട് ഗവൺമെൻറ് കൊടുത്തത്. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് ഇവിടെ ചികിത്സാ പിഴവായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഒന്ന് മനസ്സിലാക്കി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് പെൻഷൻ്റെ ഏജ് കൂട്ടി 66 വയസ്സിൽ നിന്ന് 67 വയസ്സിലോട്ട് അത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ വർഷവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമുക്കൊരു 55 വയസ്സ് വരെ ആണെന്നുണ്ടെങ്കിൽ സമയത്ത് നമ്മൾ 25% ടാക്സ് ഇല്ലാതെ നമുക്ക് ആ പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും, 25%. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ 85 വയസ്സ് വരെ നമ്മളൊക്കെ കൊണ്ടുപോകുന്നുള്ള കാര്യം സംശയമാണ്. കാരണം ആൾക്കാരുടെ മരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഉള്ള ആളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഓരോ വർഷവും കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ 55, 57 അത്രയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത്രയൊക്കെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓരോ വർഷവും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല. കിട്ടുന്നവർക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ കിട്ടിയവർ ഭാഗ്യവന്മാരെന്ന് പറയാം. അതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ റെയ്ഡുകൾ ഇവിടെ കൂട്ടാനായിട്ട് പോകാമെന്നുള്ളൊരു കാര്യമുണ്ട്. ഇമിഗ്രേഷൻ റെയ്ഡുകൾ. കാരണം ഇവിടെ ഒന്ന് റൈറ്റ് ടു വർക്ക് ഇല്ലാതെ, ഇവിടെ ഒന്ന് ലീഗലായിട്ടുള്ള പേപ്പർ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരുപാടായിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഈ ഫുഡ് ഡെലിവറിയും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ടല്ലോ. സോ അങ്ങനെയുള്ളത് കൊണ്ട് ഇമിഗ്രേഷൻ റെയ്ഡുകൾ ഇനി കൂട്ടാനായിട്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ കൂടുതൽ റെയ്ഡുകൾ ശക്തമാക്കും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിപ്പോൾ ഈ പറയുന്ന യൂബറും മറ്റേ യൂസോ ഉള്ള ഡെലിവറിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡെലിവറിയിലെ എംപ്ലോയർക്ക് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യാത്ത ആൾക്കാരെ വെച്ചിട്ട് ഈ പറയുന്ന ഡെലിവറി പരിപാടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞാൽ എംപ്ലോയർക്ക് വലിയൊരു ഫൈൻ കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വലിയൊരു ഫൈൻ എത്രയാണെന്നുള്ളത് കറക്റ്റ് വന്നിട്ടില്ല. വലിയൊരു ഫൈൻ, കനത്ത ഫൈൻ ഉണ്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഡീപ്പോർട്ടേഷനും അതുപോലെ തന്നെ ഈ പറയുന്ന എംപ്ലോയർക്ക് കനത്ത ഫൈൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടി വരുന്നത്. അതായത് ഇങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന പേപ്പറൊന്നും ഇല്ലാതെ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സോ അങ്ങനെ പോയിട്ട് അവർ ഡെലിവറിക്ക് പോയിട്ട് ഓരോ വീടുകളിലൊക്കെ ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള ന്യൂസുകൾ ചില രാജ്യത്തെ ആൾക്കാർക്ക് പറ്റി ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഇത് റെയ്ഡുകൾ ശക്തമാക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന് ഈ പറയുന്ന യൂബറുകാർക്കും മറ്റുള്ള ഡെലിവറി കമ്പനികൾക്കെല്ലാം തന്നെ കൂടുതൽ ശക്തമായ നിയന്ത്രണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ നോക്കണം എന്നുള്ള കാര്യവും മറ്റും എല്ലാം ആയിട്ട്. സോ അല്ലാത്ത പക്ഷം പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കനത്ത ഫൈൻ കൊടുക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയുള്ളൊരു അപ്ഡേറ്റ്, ഡ്രൈവിങ്ങിനെ പറ്റിയുള്ള അപ്ഡേറ്റ്. അതായത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ ഈ പറയുന്ന തിയറി എക്സാമൊക്കെ കിട്ടാനാണെങ്കിൽ പെട്ടെന്ന് എളുപ്പം കിട്ടും, കുഴപ്പമൊന്നുമില്ല, അതിനധികം കാത്തിരിക്കേണ്ട സമയമില്ല. പക്ഷേ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ടെസ്റ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ സമയം എടുക്കുന്നുണ്ട് ഈ റോഡ് ടെസ്റ്റ് ഡ്രൈവിങ്ങിൻ്റെ കിട്ടാനായിട്ട്. സോ അതിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരുപാട് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു, കംപ്ലയിൻറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം അത് കിട്ടാനായിട്ട് ഏകദേശം 6 മാസം 8 മാസം 1 വർഷം വരെ അവർ വെയിറ്റ് ചെയ്തിട്ട് പോലും കിട്ടാത്തൊരവസരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വലിയൊരു മാറ്റം വരുത്തണം എന്നുള്ളത് വാർത്തകളൊക്കെ പല ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ ഗവൺമെൻറ്റിലോട്ട് ഉയരുന്നുണ്ട്. കംപ്ലയിൻറ്റ്സ് ഒരുപാട് ഉയരുന്നു. അതാണ് പുതിയതായിട്ട് ഡ്രൈവിങ്ങിനെ പറ്റിയുള്ളൊരു വാർത്ത. ഇത് പുതിയതായിട്ടൊരു കാര്യമല്ല, പക്ഷേ കംപ്ലയിൻറ്റ്സ് കൂടുന്നു എന്നുള്ളതാണ് ഇതിനെപ്പറ്റിയൊരു വാർത്ത വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.